അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശബ്ദം ശ്രവിക്കുന്ന, ശബ്ദം കേൾക്കുന്ന, ഇത് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരോടും സന്തോഷം പങ്കുവെക്കുന്നു. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച റബീഉൽ അവ്വലിലാണ് നമ്മളൊക്കെ ഉള്ളത്. റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസം എന്നുള്ളത് തന്നെ നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നുണ്ട്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. അവിടത്തെ സ്നേഹിക്കാനും അവിടത്തോട് അടുക്കുവാനും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവിടത്തോടുള്ള ആ ഇഷ്ക് വർദ്ധിപ്പിക്കാനുമാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ സ്നേഹിക്കാം? ഒരുപാട് മാർഗങ്ങളുണ്ട്. നബി തങ്ങളുടെ മധു പാടാം, പറയാം, കേൾക്കാം, അതിന് സദസ്സൊരുക്കാം. എല്ലാം നല്ല കാര്യമാണ്. നബി തങ്ങളുടെ ജീവിതവും ജീവിതത്തിൻ്റെ ആ സുന്നത്തുകളെ നമ്മൾ മുറുകെ പിടിക്കുകയും നമ്മളതിനെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടലും പറയലുമാണ് റബീഉൽ അവ്വൽ. കൂടുതലായും നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമുക്ക് വരും. അല്ലാത്ത മാസങ്ങളിലും ദിവസങ്ങളിലും ഒക്കെ ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സ്വഹാബത്ത് നബി തങ്ങളുടെ മദ്ഹ് പാടിയോ പറഞ്ഞോ? നമുക്കറിയേണ്ടതല്ലേ, നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? പാടിയിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ മുമ്പിൽ നബി തങ്ങളെ നോക്കി മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു പദ്യം ആലപിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇന്ന റസൂല ലൈസ ലസൈഫുൻ യസ്തലാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ബനത്തു സുആദിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു വരിയാണ് ഇപ്പോൾ നാം ചൊല്ലിയിട്ടുള്ളത്. അതായത് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ഒരു ഭംഗിയും അവിടുത്തെ ആ ഒരു പ്രകാശവും ആത്മീയമായ അവിടുത്തെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഈമാനിൻ്റെ പ്രഭയും ഒക്കെ അതിനെ വർണ്ണിച്ചുകൊണ്ട് കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു പാടുകയാണ്. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടതും അള്ളാഹു ബഹുമാനം നൽകിയതുമായ വാളുകളിൽ നിന്ന് ഉറയിൽ നിന്ന് ഊരപ്പെട്ട ഒരു വാള് പോലെയാണ്. ആ വാളിൻ്റെ പ്രകാശത്താൽ സന്മാർഗം കണ്ടെത്താവുന്നതാണ്. ഈ ഒരു പദ്യം കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു പാടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല, അള്ളാഹിൻ്റെ റസൂല് ഈ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിന് മാപ്പ് കൊടുക്കുകയും നബി തങ്ങളുടെ തോളിലിട്ടിരുന്ന ആ ഒരു ഷാൾ അവർക്ക് സമ്മാനമായി കൊടുക്കുകയും 100 ഒട്ടകം അവർക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു എന്ന് അൽ അറബ് വൽ അറബിയ എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ 185 പേജിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ഇവിടെ ഈ ചരിത്രത്തെ ഒരിക്കലും മാറ്റിമറിക്കരുത്. കാരണം കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ ഒരു വലിയ കവി, നിമിഷക്കവി, അദ്ദേഹം നബി തങ്ങളെക്കുറിച്ച് നേരത്തെ മോശമായി പാടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനായ ബുജൈർ എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം വിശ്വാസിയായപ്പോൾ അദ്ദേഹം ഒരു സന്ദേശം അയക്കുകയാണ്.
നേരത്തെ ബുജൈർ എന്നവർ വിശ്വാസിയായപ്പോഴും ബുജൈറിനെയും കുറ്റപ്പെടുത്തി നബിതങ്ങളെയും കുറ്റപ്പെടുത്തി കഅബ് ബിൻ സുഹൈർ പാട്ട് പാടിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് ധാരാളം പാടിയിട്ടുണ്ട്. പക്ഷേ ഈ സുഹൈർ എന്നവർ വിശ്വാസിയായി. കാരണം മക്ക ഫത്ത് ആയപ്പോൾ, മക്ക ഇസ്ലാമിൻ്റെ കീഴിൽ വന്നപ്പോൾ അവർക്കൊരിക്കലും അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടായില്ല. നബിതങ്ങൾ നിർബന്ധിച്ചിട്ടൊന്നുമില്ല, അവരെ ഇതിലേക്ക് നിർബന്ധിച്ച് ക്ഷണിച്ചിട്ടൊന്നുമില്ല, അതിൻ്റെ ആവശ്യമല്ല. നബിതങ്ങൾ ആരെയും നിർബന്ധിച്ച് ക്ഷണിക്കാറുമില്ല. ദീനിലങ്ങനെ കൽപ്പന ഇല്ലാനും. അവർക്ക് സ്വമേധയാ അവർക്ക് തോന്നി ഇനി നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. കാരണം മക്കയിലെ എല്ലാ ജനങ്ങളാലും സ്വീകാര്യനായി റസൂലുള്ളാഹി തങ്ങൾ. കാരണം കഅബ ഷരീഫ് ഉൾപ്പെടെ അവിടുത്തെ ബഹുമാനിക്കപ്പെടുന്ന എല്ലാ നബിതങ്ങളുടെ ഏൽപ്പിക്കപ്പെട്ടു. ഇനി അവിടെ ഒന്നുമില്ല. കഅബ നേരത്തെ മുശ്രിക്കുകളുടെ കയ്യിലായിരുന്നു, അതും മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലേൽപ്പിക്കപ്പെട്ടു. നബിതങ്ങളുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇനി പിന്നെ അവിടെ ഒരാൾ നബിതങ്ങളെ നബിതങ്ങളെ കുറ്റപ്പെടുത്തുകയും നബിതങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്നത് പൊതുവെ ആ നാടിൻ്റെ സമാധാനം തകർക്കുന്ന ഒന്നാണ്. അവ സ്വാഭാവികമായും ആ ഒരു സാഹചര്യത്തിൽ ശിക്ഷിക്കപ്പെടുമെന്നുറപ്പാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ബുജൈർ എന്നവർ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, ഞാൻ വിശ്വാസിയായിട്ടുണ്ട്, നിങ്ങളും വിശ്വാസിയായിക്കോളൂ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകും എന്ന് അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ കഅബ് ബിൻ സുഹൈർ പേടിച്ചുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നു. എന്തെങ്കിലും റസൂലുള്ളാഹി തങ്ങൾ എന്തെങ്കിലും പ്രതികാരം ചെയ്യുമോ, ശിക്ഷ നടപ്പാക്കുമോ ഒക്കെ പേടിയുണ്ട്, അല്ലെങ്കിൽ സ്വഹാബിമാരെന്തെങ്കിലും ശിക്ഷിക്കുമോ. പക്ഷേ നബിതങ്ങൾ, കാരുണ്യത്തിൻ്റെ പ്രവാചകനായ നബിതങ്ങൾ മാപ്പ് കൊടുത്തു. അപ്പോഴാണ് അവർ പാട്ടിയത്, ഇന്ന റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്നുള്ള ആ പദ്യം അദ്ദേഹം പാടി എന്നുള്ളതാണ്. അപ്പോൾ പാടിയപ്പോൾ നബിതങ്ങൾ അദ്ദേഹത്തിന് സമ്മാനം കൊടുത്തു. നബിതങ്ങളെ ഒരു ഷാള് മാത്രമല്ല, നബിതങ്ങൾ ധരിച്ചിരുന്ന ഷാൾ അഥവാ പുതപ്പ്. രണ്ടാമത് 100 ഒട്ടകം കൊടുത്തു. നബിതങ്ങൾ അവർക്ക് മാപ്പ് കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ മദ്ഹ് പറഞ്ഞ ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്തിരിപ്പിക്കുകയല്ല ചെയ്തത്. നബിതങ്ങളെ മുഖത്ത് നോക്കി നബിതങ്ങളെ മദ്ഹ് പാടിയപ്പോൾ നബിതങ്ങളതിനെ എതിർത്തില്ല എന്ന് മാത്രമല്ല, ആ പാടിയയാളെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുകയും ചെയ്തു. അതും സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പെട്ട ഒരാളായി അദ്ദേഹം മാറി. നബിതങ്ങളെ ജീവിതകാലത്ത് സംഭവിച്ചതാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ മദ്ഹ് പാടുന്നതിനോ പറയുന്നതിനോ അത് പദ്യമായോ ഗദ്യമായോ പദ്യഗദ്യ സമ്മിശ്രമായോ എങ്ങനെ ചൊല്ലിയാലും, അറബിയിൽ ചൊല്ലിയാലും മറ്റു ഭാഷകളിൽ പറഞ്ഞാലും എല്ലാം നല്ല കാര്യമാണ്, റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്. പിന്നെ ഭക്ഷണം കൊടുക്കലല്ലേ, അതിലെന്താ പ്രശ്നമുള്ളത്? അത് ഏറ്റവും നല്ല കാര്യമല്ലേ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ഭക്ഷണം കഴിക്കാത്ത ആരാളുള്ളത്? എന്തൊരു പരിപാടിയാണെങ്കിലും ഭക്ഷണം ഉണ്ടാവില്ലേ, ഇന്നിപ്പോൾ എന്താ തെറ്റ്? ഇതൊക്കെയാണ് മൗലിദിൻ്റെ സദസ്സ് നടക്കുന്നത്. അതൊക്കെ സഹാബത്തിൻ്റെ പിന്തുണയുണ്ട്, സഹാബത്തിൽ നിന്ന് മാതൃകയുണ്ട്, അയിമത്തിൻ്റെ ഇമാമുകൾ അതിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നമല്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുന്ന സഹോദരങ്ങൾ, മൗലിദാഘോഷത്തിൻ്റെ അത് വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന കുറേ ആളുകൾ, സാധുക്കളായ ആളുകൾ, അവർ തെറ്റിദ്ധരിച്ചു പോയാൽ അല്ലെങ്കിൽ ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, അവരിലേക്കത് ഇതെത്തട്ടെ, ഈ സത്യം എത്തട്ടെ, അവർക്ക് നല്ല വീണ്ടും വിചാരം വരട്ടെ, അവർക്ക് നബിതങ്ങളെ പറയാനും പാടാനും അതിൽ ആ ഒരു വേദിയിൽ സന്നിഹിതരാവാനും ഒക്കെയുള്ള അവസരങ്ങൾ നമ്മുടെ ഒരു ഷെയർ കൊണ്ടുണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഇതുകൊണ്ടൊക്കെ ആഗ്രഹിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.